പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഒരു ലിഥിയം അയൺ ബാറ്ററി പാക്കാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ വളരെ സിമ്പിളായിട്ട് നമുക്ക് ആർക്ക് വേണമെങ്കിലും ഈ ഒരു ലിഥിയം ബാറ്ററി പാക്ക് നമുക്ക് ചെയ്തെടുക്കാൻ സാധിക്കും. കാര്യം ഇതിൻ്റെ കണക്ഷനൊക്കെ വളരെ സിമ്പിളാണ്. പിന്നെ ഇതിൽ അഡീഷണലായിട്ട് വരുന്നത് ഒരു BMS ബോർഡാണ്. അപ്പോൾ ഈ ഒരു BMS ബോർഡ് നമുക്ക് ഓൺലൈനിലൊക്കെ മേടിക്കാനും കിട്ടും. അപ്പോൾ ഇത് 25 ആംപിയർ ആണ്, 12 വോൾട്ട് 25 ആംപിയറിൻ്റെ BMS ബോർഡാണ്. അപ്പം നമ്മൾ ഈ ഒരു ബാറ്ററിയുടെ കപ്പാസിറ്റി എന്ന് പറയുന്നത് 12 വോൾട്ട് 7Ah ആണ്, 7 ആംപിയറാണ് നമ്മൾ ഈ ഒരു ബാറ്ററിയുടെ കപ്പാസിറ്റി. അപ്പോൾ നമുക്ക് 10 ആംപിയറിനകത്തുള്ള BMS ബോർഡ് വെച്ചാൽ മതിയാവും. പഴയ ബാറ്ററിയാണ്, ലാപ്ടോപ്പിലൊക്കെ വരുന്ന ബാറ്ററിയാണ്. അപ്പോൾ ലാപ്ടോപ്പിൻ്റെയൊക്കെ BMS പോയ ബാറ്ററി നമുക്ക് കിട്ടും, സ്ക്രാപ്പിൽ കിട്ടും. അപ്പോൾ അതെടുത്ത് അതിൽ നല്ല ബാറ്ററി നോക്കി നമ്മൾ സെലക്ട് ചെയ്ത് നമ്മൾ ഉപയോഗിക്കണം. എങ്കിൽ നമുക്ക് ഇതുപോലൊരു ബാറ്ററി പാക്ക് നമുക്കൊരു 300 രൂപയ്ക്ക് താഴെ, നമുക്ക് 300 രൂപയല്ല 100, നമുക്ക് ഏകദേശം ഒരു 250 രൂപയ്ക്ക് താഴെ നമുക്ക് ഈ ഒരു ബാറ്ററി പാക്ക് ചെയ്തെടുക്കാൻ സാധിക്കും. പക്ഷേ ഈ ഒരു BMS ബോർഡല്ല, 10 ആംപിയർ വരുന്ന BMS ബോർഡ് വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു 250 രൂപയ്ക്ക് താഴെ നമുക്ക് ഇതുപോലൊരു ബാറ്ററി പാക്ക് ചെയ്തെടുക്കാൻ സാധിക്കും. 12 വോൾട്ട് 7 ആംപിയർ കിട്ടുന്ന രീതിയിലുള്ളൊരു ബാറ്ററി പാക്ക് നമുക്ക് ചെയ്തെടുക്കാൻ സാധിക്കും. അപ്പോൾ നമ്മൾ ഇതുപോലൊരു ബാറ്ററി പാക്ക് ചെയ്തിട്ട് നമുക്ക് ഇതുപോലൊരു PWM സോളാർ ചാർജ് കൺട്രോളർ ഉപയോഗിച്ച് നമുക്ക് സോളാർ വഴി ചാർജും ചെയ്യാം. നമുക്ക് ഇവിടെ ഈ ഒരു ബട്ടൺ പ്രസ് ചെയ്യുമ്പോഴത്തേക്കും നമുക്കിവിടെ കാണാം, നമുക്ക് ഇതിൽ B2 ആണ് കൊടുത്തിരിക്കുന്നത്. അപ്പം B2 ലിഥിയം അയൺ ബാറ്ററിയാണ് ചാർജ് ചെയ്യാനുള്ളത്. അപ്പോൾ B1ഉം B2ഉം B3യും കാണാം. അപ്പോൾ നമുക്ക് B2 ആണ് ആവശ്യം. ലിഥിയം അയൺ ബാറ്ററി നമുക്ക് കൊടുക്കുമ്പോൾ B2യിലും വേണം നമുക്ക് ഇതിലെ സെറ്റിങ്സ് സെറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ ഇതുപോലൊരു ചെറിയൊരു പാനൽ മതി. നമുക്കൊരു 15 വാട്ട്സിൻ്റെയോ 10 വാട്ട്സിൻ്റെയൊക്കെ പാനലുണ്ടെങ്കിൽ നമുക്ക് ഇതുപോലെ ഒരു ചാർജ് കൺട്രോളറും ഈ ഒരു ലിഥിയം ബാറ്ററി പാക്കും ഉണ്ടെങ്കിൽ നമുക്ക് നമ്മളെ വീട്ടിൽ നമുക്ക് DC ബൾബും അതുപോലെ നമുക്ക് AC/DC കൺവെർട്ടർ ബോർഡൊക്കെ വെച്ച് നമുക്ക് ബൾബുകൾ തെളിയിക്കാൻ സാധിക്കും. നമുക്ക് DC ബൾബാണ് ഉപയോഗിക്കുന്നതെങ്കിൽ നമുക്ക് ഇൻവെർട്ടറിൻ്റെ ആവശ്യം വരുന്നില്ല, കൺവെർട്ടറിൻ്റെ ആവശ്യം വരുന്നില്ല. DC ബൾബാണെങ്കിൽ നമുക്ക് ഇതിൽ തന്നെ നമുക്കിവിടെ കാണാം, DC ലോഡ് കൊടുക്കുന്ന ഭാഗത്ത് നമ്മൾ DC ബൾബ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് DC ബൾബും വർക്ക് ചെയ്യിപ്പിക്കാൻ സാധിക്കും. ഇപ്പോൾ വളരെ ചിലവ് കുറഞ്ഞ രീതിയിൽ തന്നെ നമുക്കിത് ഉപയോഗിക്കാൻ സാധിക്കും. അപ്പോൾ നമ്മൾ ഈ ബാറ്ററി പാക്ക് ചെയ്യുമ്പോൾ പഴയ ബാറ്ററി ഞാൻ ഒരിക്കലും റെക്കമെൻഡ് ചെയ്യില്ല. അപ്പോൾ പുതിയ ബാറ്ററി ഇപ്പം ലിഥിയം അയൺ ബാറ്ററിയൊക്കെ വില കുറവുണ്ട്. അപ്പോൾ പുതിയ ബാറ്ററി തന്നെ വാങ്ങിച്ച് ഉപയോഗിച്ച് കഴിഞ്ഞാൽ ബാക്കപ്പ് നല്ല രീതിയിൽ കിട്ടും. അപ്പം മാക്സിമം നമ്മൾ പുതിയ ബാറ്ററി തന്നെ വാങ്ങിച്ച് ഉപയോഗിക്കേണ്ടതാണ്. അതുകൂടാതെ നമ്മൾ ചെമ്പ് കമ്പി ഉപയോഗിച്ചാണ് സോൾഡർ ചെയ്താണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ അതിന് നമ്മൾ സ്പോട്ട് വെൽഡൊക്കെ ചെയ്ത് എടുക്കാൻ പറ്റുമെങ്കിൽ അതായിരിക്കും കൂടുതൽ നല്ലത്. അല്ലെങ്കിൽ നമ്മൾ സോൾഡർ ചെയ്യുമ്പോൾ ഒരുപാട് സമയം നമ്മൾ സോൾഡർ ചെയ്യാതെ പെട്ടെന്ന് തന്നെ സോൾഡർ ചെയ്ത് മാറ്റേണ്ടതാണ്. എങ്കിൽ വലിയ കുഴപ്പങ്ങളൊന്നും വരില്ല. അപ്പോൾ ഇതുപോലെ നമ്മൾ ചെയ്തെടുത്ത് കഴിഞ്ഞാൽ നമുക്ക് ചെറിയ ആവശ്യങ്ങളൊക്കെ നമുക്ക് ഉപയോഗിക്കാം. അപ്പോൾ ഇത് ഏകദേശം ഒരു 1000 രൂപയ്ക്ക് താഴെയാണ് ഇതെല്ലാം കൂടി നമുക്ക് വരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഏതെങ്കിലും രീതിയിൽ ഉപകാരപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക.